ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളൊരു 100 ഹെഡ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 ഹെഡ്സെറ്റ് മാത്രമേ നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട്സ് അഥവാ എക്സസൈസൊക്കെ നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ നിന്ന് വീണ് പോകാത്ത രീതിയിലുള്ള ആ ഒരു ഫ്ലാപ്പ് ഡിസൈനിൽ വരുന്നത്. അതിലുള്ള ഒരു പ്രീമിയം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റാണ് ഞാൻ ഇന്നിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള Souncore സ്പിരിറ്റ് X2. അപ്പോൾ ഇത് നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന പവർ ബീറ്റ്സ് പ്രോ ആയിട്ട് വരെ കമ്പയർ ചെയ്യാം. അത്രയും നല്ല ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പല റിവ്യൂവിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലെവലിലോട്ടൊക്കെ ഇതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഇതിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും നമുക്ക് ചർച്ച ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം പാക്കേജിങ്ങിലാണ് ഹെഡ്സെറ്റ് വരുന്നത്. പുറത്ത് മെയിനായിട്ട് എടുത്ത് എഴുതിയത് കാണാം നമുക്ക് എപ്പിക് ബേസ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബേസ് ആണെന്നാണ് അധികവും നമുക്കറിയാൻ പറ്റിയൊരു കാര്യം. ഇനിയുള്ളത് താഴെയായിട്ട് നമുക്ക് കാണാം Qualcomm ആക്ടെക്സ് അഥവാ Qualcommൻ്റെ ക്വാളിറ്റി കൂടിയ അഥവാ ബിട്രേറ്റ് കൂടിയ ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫോണിലും Qualcomm ആപ്റ്റെക്സ് സപ്പോർട്ടഡ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിലൂടെ ഓഡിയോ ഫയൽസ് കേൾക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ Qualcomm ആപ്റ്റെക്സ് സപ്പോർട്ടഡ് ആണ്. ഇനിയും ബോക്സിൻ്റെ പുറത്ത് കുറച്ച് മേജറായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. IP68 വാട്ടർ പ്രൂഫാണ്. എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്തിയ IP68 വാട്ടർ പ്രൂഫിങ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹെഡ്സെറ്റ് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ 36 അവർ പ്ലേ ബാക്ക് എന്ന് വെച്ചാൽ 9 മണിക്കൂർ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ചാർജും ബാക്കി 36 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസിലെ ചാർജും കൂടെ വെച്ചിട്ട് ടോട്ടലായിട്ട് 36 അവർ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 അവർ വരെ നമുക്ക് പ്ലേ ബാക്ക് കിട്ടും. പിന്നെ പിറകിലായിട്ട് ഫസ്റ്റ് തന്നെ ബേസിനെ കുറിച്ചാണ് വരുന്നത്. ഇതിൽ ഡ്യുവൽ ഈക്വലൈസർ വരുന്നുണ്ട്. അഥവാ നമുക്കൊരു നോർമൽ ബേസും പിന്നെ ഏറ്റവും കൂടിയ സൂപ്പർ ബേസും വരുന്നുണ്ട്. താഴെയായിട്ട് പിന്നെയും IP68 പിന്നെയും 36 hours പ്ലേ ബാക്ക് കാണിക്കുന്നു. ഫാസ്റ്റ് ചാർജിങ്, ഡ്യുവൽ ഈക്വലൈസർ. അതിൻ്റെ തൊട്ട് താഴെയാണ് ഫ്ലെക്സിബിൾ ഇയർ ഹുക്സിനെ പറ്റി പറയുന്നത്. അതാണ് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അഥവാ ഇതിൻ്റെ ഡിസൈൻ ഒരിക്കലും വീണ് പോകാത്ത ഒരു ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. താഴെ ക്ലിയർ കോൾസ് വിത്ത് CVC 8.0 നോയ്സ് റിഡക്ഷൻ. ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് വരുന്നത് 10,999 ആണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്കിത് 5,999 പർച്ചേസ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബേസ് ടർബോ ടെക്നോളജി എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ബേസ് അക്കൂസ്റ്റിക് ബേസ് ട്യൂബ് വെച്ചിട്ടുള്ള ഹയർ എമൗണ്ട് ഓഫ് ബേസ് ആണ് എപ്പോഴും ഇതിന് എടുത്തെടുത്ത് പറയുന്നൊരു സ്പെസിഫിക്കേഷൻ. അപ്പോൾ അത്രക്കും റംബ്ലിംഗ് ആയിട്ടുള്ള അത്രക്കും ലെവൽ ബേസ് ആണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നല്ല നൈസായിട്ടുള്ള പ്രസൻറ്റേഷനിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് മുകളിലായിട്ട് 2 ഇയർബഡ്സും പിന്നെ താഴെയാണ് ആ ബ്ലാക്ക് വലിയ ചാർജിങ് കേസും. കാരണം ഇതിൻ്റെ ഈ ഒരു ഇയർ ഹുക്ക് ഡിസൈൻ ആയതുകൊണ്ട് വലിയ കേസ് തന്നെ വേണം ഇത് ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാൻ. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയാണ് ആക്സസറീസ് ഉള്ളത്. അതിൽ നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, ഇഷ്ടംപോലെ പേപ്പർ വർക്ക്സ് ഉണ്ട്. കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലായിട്ടും പിന്നെ ഇവരെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക്ലെറ്റ്, പിന്നെ ഇതിൻ്റെ പെയറിങ്ങും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നൊരു ബുക്ക്ലെറ്റ്, പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അഥവാ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സിൻ്റെ അതിൻ്റെ ഒരു ബുക്കും. അതൊക്കെ കൂടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ യൂസ് ചെയ്ത് നോക്കാനുള്ള മൂഡ് പോയി പോകും. അത്രമാത്രം പേപ്പർ വർക്ക്സ് ഉണ്ട്. പിന്നെ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു Type-C കേബിൾ. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഓവർ ലെങ്ത് ഇല്ല. എന്നാലും ചില ഹെഡ്സെറ്റിൻ്റെ കൂടെ വരുന്ന പറ്റ ഷോർട്ടും അല്ല. അങ്ങനെ ഷോർട്ടാക്കാനൊന്നും പറ്റില്ല, കാരണം 6,000 റേഞ്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഈ ഒരു ഹെഡ്സെറ്റിന് വരുന്നുണ്ട്. പിന്നെ അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് നല്ല കോമ്പാക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കേബിൾ ബ്രൈഡും വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കിതാ പിന്നെ ബാക്കിയുള്ള ഇഷ്ടം പോലെ ടൈപ്പ് സ്മോളും എക്സ്ട്രാ സ്മോളും മീഡിയം ലാർജ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇയർ ടിപ്സ് അവൈലബിൾ ആണ്. പിന്നെയും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഇയർ ടിപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫിറ്റ് എന്നുള്ള സെക്ഷനിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഫിറ്റിംഗ് പറയാം. ഫിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ട്. ഇനി നമുക്ക് ഏകദേശം ബോക്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു, വേറെ ഒന്നും ബോക്സിലില്ല. ഇനി നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കംപ്ലീറ്റ് ഫസ്റ്റ് ഇംപ്രഷൻസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബിൽഡ് ആൻഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ബെൻഡ് ചെയ്തും ഈ ഒരു ബോക്സ് അഥവാ ചാർജിങ് കേസും ഈ ഒരു ഹെഡ്സെറ്റ് നല്ല രീതിക്ക് ബെൻഡൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുവരെ പൊട്ടുന്ന പ്രശ്നം അല്ലെങ്കിൽ ഡീഫോം ആകുന്ന പ്രശ്നമൊന്നും കാണുന്നില്ല. എന്നാൽ ഈ ഒരു ബോക്സ് നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേൾക്കും. ക്രീസ് ആവുന്ന ഒരു ചെറിയ ശബ്ദം കേൾക്കാം. എന്നാലും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വലിയ മോശമൊന്നുമില്ല. ഇനി ഈ ഒരു കേസിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് കുറച്ചൊരു എണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ അഥവാ നമ്മൾ ഓയിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാലം പതിഞ്ഞ് കിടക്കും. ആ ഒരു ടൈപ്പ് നല്ല സോഫ്റ്റ്, ടച്ചിന് നല്ല സോഫ്റ്റ് ആണെങ്കിലും ആ ഒരു ടൈപ്പ് ഒരു അഥവാ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റബ്ബർ ഡിസൈൻ പോലത്തെ സംഭവങ്ങളാണ്.
പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് ഒരു സ്മൂത്ത് റബ്ബർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എന്തെങ്കിലും ഓലൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കാണിക്കും. എന്നാലും മാറ്റ് ബ്ലാക്ക് ആണ്, നല്ല ഭംഗിയുണ്ട്, ബോക്സ് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് വലിയ സൈസാണ്. കാരണം ഈ ഒരു ഇയർ ഹുക്ക് ഡിസൈനിൽ വരുന്ന എല്ലാ ഹെഡ്സെറ്റിൻ്റെയും ഇതുപോലത്തെ ചാർജിങ് കേസ് വലിയ സൈസിലേ ഉണ്ടാവുള്ളൂ. കാരണം ആ ഇയർ ഹുക്കും ഒക്കെ കൂടെ ഒരുമിച്ച് കയറുവാണോ. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇഷ്ടംപോലെ ചാർജിങ് ടൈം ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ 36 മണിക്കൂറോളം നമുക്ക് ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയോടെയാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് 3 LED വരുന്നുണ്ട്. 3ഉം വൈറ്റ് കളറാണ്. പക്കാ സ്റ്റാൻഡേർഡാണ് ഇവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. 3 വൈറ്റ് കളറാണ്. നമുക്ക് ചാർജ് ആകുന്ന സമയത്ത് ഓരോ LED ബ്ലിങ്ക് ആവും. ഫുള്ളായി കഴിഞ്ഞാൽ കളറൊന്നും ചേഞ്ച് ആവില്ല. അത് ഫുള്ളായിട്ട് അഥവാ ബ്ലിങ്ക് ചെയ്യാതെ അങ്ങനെ ഫുൾ LED കത്തി നിൽക്കും. പിന്നീട് നമുക്ക് വേക്കിൽ ഒരു ചെറിയ ഫ്ലാപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിലാണ് ടൈപ്പ് സി ചാർജിങ് വരുന്നത്. ആ ഒരു ഫ്ലാപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വെള്ളം കയറില്ല, അല്ലെങ്കിൽ പൊടിയും കാര്യങ്ങളൊന്നും കയറില്ല. പക്ഷേ ഈ ഒരു ചാർജിങ് കേസ് വാട്ടർ പ്രൂഫ് അല്ല. നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇത് IP68 വാട്ടർ പ്രൂഫാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ വാട്ടർ പ്രൂഫിംഗ് ആണ്. എന്നാലും ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് സൈഡിലൂടെ ആ ഗ്ലൂ ഇട്ടതൊക്കെ ചെറുതായിട്ട് കാണാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അതും മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ബോറിംഗ് ലുക്കല്ല, നല്ല അടിപൊളി കളറാണ്. ഫുൾ ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് കളറാണ്. ചെറിയൊരു ഗ്രേ അസെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ അവരുടെ എയ്ത്തും സൗണ്ട് കോർ എന്നുള്ള എയ്ത്തും ഒക്കെ നല്ല കാണാൻ ഭംഗിയുണ്ട്, ഒരു മോശവും പറയാനില്ല. പക്ഷേ ഇനി ഈ ഒരു IP68 ഞാൻ ലോങ് ടേം റിവ്യൂവിൽ പറയാം. നല്ല അഗ്രസീവായിട്ട് വെള്ളത്തിലൊക്കെ മുക്കി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയ രീതിക്കൊന്നും വെള്ളമാക്കിയിട്ടൊന്നും ഒരു പ്രശ്നം കാണിക്കുന്നില്ല, പ്രശ്നം വരേണ്ടതല്ല. പക്ഷേ ഈ ഒരു വാട്ടർ പ്രൂഫിങ് കാരണം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ ആ ഒരു സെക്ഷനിൽ കൃത്യമായിട്ട് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രസ്സിങ് ആണ്, നല്ല ക്ലിക്കിയാണ്. ആ കാര്യങ്ങൾ പ്രശ്നമല്ല. പിന്നെ ആ ഒരു ഫ്ലാപ്പ് ഉണ്ടല്ലോ, വേക്കിലോട്ട് വരുന്ന ആ ഒരു ഫ്ലാപ്പ്, അത് ഞാൻ നല്ല രീതിക്ക് ബെൻഡ് ചെയ്ത് നോക്കി. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്നാലും ചില ബീറ്റ്സിലൊക്കെ നമുക്ക് ആ ഒരു ഫ്ലാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ താഴെ ഒരു മെറ്റൽ ഉണ്ടാവും, അത് ബെൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് ഒന്ന്, നമുക്കിത് ഒരു മാറ്റ് കളർ ആയതുകൊണ്ട് സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് കാണുന്നില്ല. പിന്നെ നല്ല അടിപൊളി കളറാണ്. ആ ഒരു ഗ്രേ അസെൻറ്റും വരുന്നതിനോട് നല്ല രസമുണ്ട് ഓവറോളായിട്ട്. പക്ഷേ നല്ല കൃത്യമായിട്ട് ലോങ് ടേം റിവ്യൂവിൽ ഇതിൻ്റെ ബാക്കി എല്ലാ ഡ്യൂറബിലിറ്റിയും പറഞ്ഞുതരാം. ഇപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം എല്ലാം പെർഫെക്റ്റാണ്. ഫിറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ അഥവാ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ഫിറ്റിംഗ് ആണ്. കാരണം നമുക്കറിയാം ഇതിൻ്റെ മെയിൻ പർപ്പസ് അഥവാ വേറൊരു ഹെഡ്സെറ്റിൽ നിന്ന് ഇതിനെ യൂണിക്കാക്കുന്നത് നമ്മൾ എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ സമയത്തും ഇത് ഫിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ നിന്ന് ആ ഒരു ഹെഡ്സെറ്റ് വെക്കുന്ന വയറ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചടിച്ചു പോകും. പ്രത്യേകിച്ച് പ്രീമിയം ഹെഡ്ഫോണൊക്കെ ആണെങ്കിൽ എയർപോഡ്സ് ഒക്കെ വെച്ച് ഓടുന്ന സമയത്ത് ഏറ്റവും വലിയ പേടി നമുക്ക് ആ ഒരു എയർപോഡ്സ് വീണ് കഴിഞ്ഞാലൊന്നും അത്ര സങ്കടം ഉണ്ടാവില്ല. പക്ഷേ വീണ് ട്രെഡ്മിലിൻ്റെ അടിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ സ്പോട്ടിൽ പൊടിയായി പോകും. പിന്നെ ഒരു കാര്യമില്ല, അതാണ് പ്രശ്നം. ആ ഒരു സങ്കടം കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഫ്ലാപ്പ് ഡിസൈനിലൊക്കെ പ്രീമിയം ഹെഡ്സെറ്റ് അല്ലെങ്കിൽ വേറൊരു ഹെഡ്സെറ്റ് വാങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ എയർപോഡ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് അതൊക്കെ തരിക. എന്നാലും നമുക്ക് റണ്ണിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ചില ആൾക്കാർക്കാണെങ്കിൽ അത് ഫിറ്റാവും ചെയ്യും. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഫിറ്റാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ആണെങ്കിലും ഇത് ചെവിയിൽ നിന്ന് ലൂസാവില്ല, വീണ് പുറത്തോട്ട് വീകില്ല. ചില സമയത്ത് നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് ലൂസാകുന്ന പോലെ ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ ഇത് ലൂസാകും കൂടെ ഇല്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബഡ്സ് സെലക്ട് ചെയ്യാം. പിന്നെ അതിൽ നമുക്കൊരു സ്പെഷ്യൽ ബഡ്സ് വരുന്ന കണ്ടിട്ടില്ല, ഒരു ചെറിയ ഫ്ലാപ്പുള്ള ഒരു ബഡ്, അത് ആദ്യം ഇട്ട് കഴിഞ്ഞതിന് ശേഷം സാധാരണ എല്ലാ ഹെഡ്സെറ്റിനും ഉണ്ടാകുന്ന ആ ഒരു ബഡ് ഇടുക. അപ്പോൾ നല്ല ഫിറ്റായിട്ട് നിൽക്കും, നല്ല പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് നിൽക്കും. ഇനി ഈ ഡിസൈനിൻ്റെ ഏറ്റവും വലിയൊരു ഫ്ലോപ്പ്, ഇത് പക്കാ ടൈറ്റാണ്. ഇത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെവിയിലോട്ടിട്ട് മുകളിലോട്ട് തിരിച്ചു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ഫിറ്റ് ആകുക. അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു ബഡും കറക്റ്റായിട്ട് ഫിറ്റാവും, പുറത്തുള്ള ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ അതും കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള വെർട്ടിക്കൽ ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗം ചില ആൾക്കാരുടെ ചെവി നല്ല അടുത്താണ് നിൽക്കുക, നല്ല ടൈറ്റായിട്ടുള്ള ചെവിയായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചെവി വേദന എടുക്കാൻ തുടങ്ങും, നല്ല വേദന എടുക്കും. നമ്മുടെ ആ പിന്ന ഏരിയ നല്ല രീതിക്ക് വേദന എടുക്കും. അതാണ് ഒരു മെയിൻ പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ബീറ്റ്സിൻ്റെ പോലെ നമുക്ക് മെറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഏത് ടൈറ്റിലാണോ വരുന്നത് ആ ടൈറ്റിൽ തന്നെ നിർത്തണം. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു ബഡ്സ് ഉണ്ടല്ലോ പെർഫെക്റ്റ് ഡിസൈൻഡാണ്, നല്ല ഫിറ്റ് തരുന്നുണ്ട്. ഈ ഒരു ഇയർ ഹുക്ക് മാത്രമാണ് കുറച്ച് ഓവർ ടൈറ്റ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ചെവിയുള്ളവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നല്ല ടൈറ്റായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഇതെന്തായാലും വേദന എടുക്കും. അതാണ് ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ പ്രശ്നം. അതേ സ്ഥാനത്ത് ബീറ്റ്സിൻ്റെ ഹുക്സ് ഒന്നും ഈ ഒരു ഡിസൈനിലല്ല വരുന്നത്. അപ്പോൾ ബീറ്റ്സ് റേറ്റ് കൂടിയ സാധനമാണ്, പക്ഷേ ഞാൻ അതിനെ പൊക്കി പറയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ടൈപ്പിലുള്ള ഹുക്കും ഇതുപോലെ അല്ലാത്ത ലൂസായിട്ടുള്ള ബീറ്റ്സിൻ്റെ ആ ഒരു ടൈപ്പ് ഹുക്കും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഫിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു വേദന വരില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ ഒരു രക്ഷയില്ലാത്ത ഫിറ്റാണ്. ഒരു രീതിക്കൊന്ന് നമ്മുടെ ചെവിയിൽ നിന്ന് പുറത്തോട്ട് തള്ളി വീണ് പോകുന്നൊരു പ്രശ്നം വരില്ല. സൗണ്ട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഇതൊരു ഓഡിയോ ഫൈൽ ഹെഡ്ഫോൺ അല്ല. അഥവാ നിങ്ങൾ ഇതിൻ്റെ ഫ്രീക്വൻസീസ് മിഡ് ബ്രൈറ്റ്നസ് ലോവർ ഫ്രീക്വൻസീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല ഓഡിയോനോട് താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഹെഡ്സെറ്റ് അല്ല. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് സൗണ്ട് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. കാരണം ഇത് IP68 വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മ്യൂട്ടഡ് ആയിട്ടുള്ള സൗണ്ടിലാണ് വരിക. പോരാത്തതിന് ചില ആൾക്കാർക്ക് ഇത് മാക്സിമം വോളിയം ഇട്ട് കഴിഞ്ഞാലും നല്ല വോളിയം ഉള്ളത് പോലെ ഫീൽ ചെയ്യില്ല. ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ വോളിയം കൂട്ടി പോകും. അത് ചെവിക്ക് കേടാണ്. ഇവിടെ ആ ഒരു പ്രശ്നം ചില ആൾക്കാർക്ക് വോളിയം പറ്റ കുറവാണെന്നുള്ള രീതിയിലോട്ട് വന്ന് വരും. അപ്പോൾ ഇവിടെ IP68 വാട്ടർ പ്രൂഫ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് വോളിയം കുറവ്. എന്നാലും പറ്റ ലോ അല്ല. ഫുൾ വോളിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വോളിയം തന്നെ തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മേജറായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യം ബേസാണ്. ഒടുക്കത്തെ ബേസാണ് ഗൈസ്. ഒടുക്കത്തെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ ബേസ് മോഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി റംബ്ലിംഗ് ആയിട്ടുള്ള ബേസാണ് വരുന്നത്. നല്ല പവർ ബേസാണ്. പക്ഷേ ചില ഹെഡ്സെറ്റിൻ്റെ, ചില JBLൻ്റെ ഹെഡ്സെറ്റിലൊക്കെ നല്ലോണം ബാലൻസ്ഡ് ആയിട്ടുള്ള ചില ഹെഡ്സെറ്റിന് ഈ ബേസ് നല്ല സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ബേസ് നല്ല ക്ലിയർ ബേസ് ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. കുറച്ചൊരു ക്വാളിറ്റി കുറഞ്ഞ ബേസ് ആണെങ്കിലും പക്ക മോശമല്ല. മഡി ബേസൊക്കെ വരുന്ന പോലെ ലോക്കൽ ബേസ് അല്ല, നല്ല അടിപൊളിയാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് തന്നെ മതിയാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും ഇവിടെ ഒരു കുറവുമില്ല. പിന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ബേസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നോർമൽ മോഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഉണ്ട്. പിന്നെ ഹയർ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഉള്ളതിനെക്കാട്ടിലും ഒരു 50% പിന്നെയും കൂടും. അതിന് വേണ്ടിയിട്ട് ഈ താഴത്തോട്ടുള്ള ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 2 ചെവിയിലും നമ്മളോട് പറയും ഇത് ബേസ് അപ്പ് മോഡിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. ഒക്കെ കൂടെ എൻ്റെ ഒരു ഫൈനൽ അഭിപ്രായം, ഏറ്റവും ക്ലീൻ ബേസ് അല്ലെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഓഡിയോ ഫീലിങ്ങോ അതിൻ്റെ ഫ്രീക്വൻസീസും ഒക്കെ ശ്രദ്ധിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ ആ ഒരു ആവേശത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വേണ്ടിയത് ബേസാണ്. അത് ഇതിനുണ്ട്, കൃത്യമായിട്ടുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരിക്കലും ഓഡിയോ ഫയൽസിന് അഥവാ നല്ല ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു ഹെഡ്സെറ്റ് അല്ല. പിന്നെ നല്ല ഫിറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ബേസ് എഫക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. നല്ല ബഡ്സ് നോക്കി തന്നെ ഇടണം, അല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ മിഡ് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഫൈനൽ അഭിപ്രായം, വർക്കൗട്ടിന് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ശബ്ദമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര സൗണ്ട് ക്വാളിറ്റി ഇല്ല, പക്ഷേ നല്ല ബേസ് ഉണ്ട്. പിന്നെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ, അഥവാ നമ്മൾ ഈ ഒരു ബഡ്സ് കാരണം വരുന്ന നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ട്രെഡ്മില്ലൊക്കെ ഓടുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊക്കെ നല്ല പവറിൽ ഫാനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് കേൾക്കും. ബ്ലൂടൂത്ത് 5.0 ആണ് കണക്ടിവിറ്റി വരുന്നത്. ഞാൻ ഹെഡ്സെറ്റ് ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ട്. എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. മേജറായിട്ടുള്ള കണക്ടിവിറ്റി ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ചില സമയത്ത് മാത്രം കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൈമിംഗ് എടുക്കും. പിന്നെ ഇത് നമുക്ക് ബഡ്സ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ബഡ്സ് ഓണാക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. അതുപോലെ അത് തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും ചെയ്യും. ആ സമയത്തൊക്കെ നമുക്ക് ഒരു സൗണ്ട് ഹെഡ്സെറ്റിൽ നിന്ന് കേൾക്കാം. അതുപോലെ ഓഫ് ആവുന്ന സമയത്താണെങ്കിൽ ആ ഒരു LED റെഡ് കത്തും. ഓൺ ആകുമ്പം അത് വൈറ്റ് ആയിരിക്കും. പിന്നെ പെയറിംഗ് മോഡിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ ആ ഒരു ചാർജിങ് കേസിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഹെഡ്സെറ്റ് ഓഫ് ആവും. അതിന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവും. ആ സമയത്ത് തന്നെ നമ്മുടെ ഫോണായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഒരു 10 പ്രാവശ്യത്തിൽ 8 പ്രാവശ്യം സക്സസ്ഫുൾ ആണ്. ചില സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നില്ല. പിന്നെ നിങ്ങളെ ഫോണിൽ ക്വാൽകോം ആപ്റ്റെക്സ് സപ്പോർട്ടഡ് ആണെങ്കിൽ, ആപ്റ്റെക്സ് HD അല്ല, ആപ്റ്റെക്സ് സപ്പോർട്ടഡ് ആണെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ സെറ്റിങ്സിൽ പോയിട്ട് ആപ്റ്റെക്സിലോട്ട് ചേഞ്ച് ചെയ്യുക. പക്ഷേ ചില ഫോണിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആപ്റ്റെക്സിലോട്ട് മാറും. അപ്പോൾ മാക്സിമം സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ ചാർജിങ് അഥവാ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് വർക്കൗട്ടിൻ്റെ ഇടയിൽ നിന്നൊന്നും ഓഫായി പോയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചാർജ് ആവും. പിന്നെ നിങ്ങൾ നല്ലോണം വിയർക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടല്ലോ, ചാർജ് ചെയ്യുന്ന ആ ഒരു പിന്ന്, അതൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം അതിലോട്ട് തിരിച്ചിടുക. അപ്പോൾ നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാവില്ല. ഇനി എൻ്റെ ഈ ഒരു ഹെഡ്സെറ്റിനെ പറ്റിയുള്ള ഫൈനൽ അഭിപ്രായം, നിങ്ങൾ വർക്കൗട്ടിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വാങ്ങിച്ചാൽ വലിയ സീനൊന്നുമില്ല. പക്ഷേ നമ്മൾ കാഷ്വലായിട്ടുള്ള ലിസണിങ്ങിനാണെങ്കിൽ ഇതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഹെഡ്ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിനെക്കാട്ടിലും കംഫർട്ടും ഉണ്ടാവും, അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഇത് വർക്കൗട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്തതായതുകൊണ്ട് നല്ല ഫിറ്റും IP68 വാട്ടർ പ്രൂഫും വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ വർക്കൗട്ടിൻ്റെ സമയത്ത് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഓവറോൾ നെഗറ്റീവ് അഭിപ്രായം, ഇതിൻ്റെ ലെഫ്റ്റ് ഇയർബഡ് കുറച്ച് കാലം കഴിയുമ്പം ചാർജ് ആകാത്തൊരു കേസ് വരുന്നുണ്ട്. ചാർജിങ് കേസിലിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകാത്തൊരു കേസ് വരുന്നുണ്ട്. ഇതിന് 18 months ആണ് വാറൻറ്റി വരുന്നത്. എന്നുവെച്ചാൽ 1.5 വർഷമാണ് വാറൻറ്റി വരുന്നത്. അതിൽ തന്നെ നമുക്കത് റിപ്ലേസ് ചെയ്ത് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള സർവീസ് അത്ര സപ്പോർട്ടീവ് അല്ല. അഥവാ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് റിപ്ലേസ് ചെയ്ത് കിട്ടുന്നില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട്.
അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ലോങ് ടേം റിവ്യൂവിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തൊട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. Catch you guys later.